ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് പൊട്ടറ്റോ കൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഹാഷ് ബ്രൗൺ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നൊന്ന് പീൽ ചെയ്ത് വെക്കാം. സാധാരണ നോർമൽ വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നൊരു 15 മിനിറ്റ് ഇതേപോലെ ഒന്ന് മുങ്ങിയിട്ട് തന്നെ കിടക്കട്ടെ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പൊട്ടറ്റോ എന്ത് ചെയ്ത് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ എന്ത് ചെയ്യുക, 2-3 വെള്ളത്തിൽ കഴുകി നല്ലോണം പിഴിഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിച്ചത്, അതായത് ഗാർലിക് പൗഡർ. നിങ്ങൾക്ക് അഥവാ ഗാർലിക് പൗഡർ വീട്ടിലില്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1.5 ടീസ്പൂണ് കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടി, ഗാർലിക് പൗഡർ പ്ലസ് ആൻഡ് ജിഞ്ചർ പൗഡർ. ഇതിലേക്ക് ഒരു 2 പിടിയോളം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങളിത് ആക്കിയെടുക്കാം. ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ കുറച്ച് എന്ത് ചെയ്യും, ഇതിലേക്ക് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഇത് പെട്ടെന്ന് അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് 1 മണിക്കൂർ വരെ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ 1 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലിൽ ചൂടായതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ഭാഗം മൊത്തം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഇപ്പുറത്തെ സൈഡും കൂടി അതേപോലെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഹാഷ് ബ്രൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.